അവ്യക്ത സന്ദേശം. ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗമായി എത്തിച്ചേർന്നു. ഇന്ന് വതനത്തിൽ വളരെ സുന്ദരമായ ഒരു തൊപ്പി ധരിച്ചിരിക്കുന്നതായുള്ള ദൃശ്യമാണ് കണ്ടത്. എൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട ശബ്ദം ഇതാണ്: ആഹാ ബാബ! അത്രയും സുന്ദരമായ രൂപമായി തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ ബാബയോട് പറഞ്ഞു, ഇന്ന് അങ്ങ് തലപ്പാവ് ധരിച്ചിരിക്കുന്ന ബാബയായിട്ടാണല്ലോ കാണപ്പെടുന്നത്. ഇന്ന് ബാബ ഒരു തൊപ്പി ധരിച്ചിരിക്കുകയാണ്. ബാബ പുഞ്ചിരിച്ചു. ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ബാബയ്ക്ക് തൻ്റെ ബാല്യകാലത്തിലെ രൂപം വതനത്തിൽ എമർജായി. ബാബ, അതായത് ബ്രഹ്മ ബാബ കുട്ടിയായിരുന്നപ്പോൾ ബാബയുടെ പിതാവ് തൊപ്പി ധരിച്ചിരുന്നു. കുട്ടിക്കാലത്ത് ബാബ പിതാവിൻ്റെ ആ തൊപ്പി ധരിക്കുമായിരുന്നു. ഈ ഒരു ദൃശ്യം വതനത്തിൽ എമർജാവുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി, സംഗമയുഗത്തിൽ കുട്ടികളും എന്തെങ്കിലുമൊക്കെ കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. ചില ദിവസങ്ങൾ ആഘോഷിക്കാറുണ്ട്. ബാബയും ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലുമൊക്കെ ദൃശ്യം വതനത്തിൽ എമർജ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഇന്ന് വിശേഷിച്ച് മോഹിനി ബഹന് നിമിത്തമായ ഭോഗാണ്. ടീച്ചേഴ്സ് ഡേയുമാണ്. വിശേഷിച്ച് കന്യകമാരുടെയും ഓർമ്മകളുമായി വന്നിരിക്കുകയാണ്. കോൺഫറൻസിന് വന്നവരുടെയും ഓർമ്മകൾ ബാബയ്ക്ക് നൽകി. ബാബ പറഞ്ഞു, കുട്ടി, അതിനാലാണ് ബാബ പറയുന്നത്, ഈ സംഗമയുഗത്തിലെ സമയം അഥവാ നിമിഷങ്ങൾ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളെ സംബന്ധിച്ച് വളരെയധികം ശ്രേഷ്ഠമാണ്. ഓരോ ദിവസവും ഓരോ നിമിഷവും അങ്ങനെയാണ്. ബാബ കാണുന്നുണ്ട്, കുട്ടികളും ലോകത്തുള്ളവരും ആഘോഷിക്കുന്നു. എന്നാൽ ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ അന്തരാത്മാവിൽ ബാബയെ പ്രതി ഏതൊരു ഭാവനയാണോ ഉള്ളത്, അതിനെപ്പറ്റി ബാബ ഒരു തമാശ രൂപേണ പറഞ്ഞു. ലോകത്തിൽ ഇന്ന് ശിക്ഷകരുടെ ദിവസമായി ആഘോഷിക്കുന്നു. ടീച്ചേഴ്സ് ശിക്ഷണങ്ങൾ നൽകും. എന്നാൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നതും വൈകിക്കുന്നില്ല. എന്നാൽ ഈ ശിക്ഷകനായ ബാബ പിതാവുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. എന്നാൽ ഈ ശിക്ഷകനെ ഒരിക്കലും കാണുവാൻ കഴിയുന്നില്ല. കാണുവാൻ കഴിയാത്തത് കാരണം ഭഗവാന്റെ രൂപത്തിൽ ബാബയുടെ അപകീർത്തി ചെയ്തു. എന്നാൽ ടീച്ചറിൻ്റെ രൂപത്തിൽ ബാബയുടെ അപകീർത്തി ഉണ്ടായില്ല. ഭഗവാന്റെ രൂപത്തിൽ ബാബയ്ക്ക് അപകീർത്തി ഉണ്ടായി. ബാബ പറഞ്ഞു, പിതാവ് അഥവാ ശിവ് ബാബ ഏറ്റവും സുപ്രീമായ ടീച്ചറാണ്. അതിനുശേഷം വരുന്നതാണ് മാസ്റ്റർ ടീച്ചർ. അപ്പോൾ ബാബ ഇന്ന് വിശേഷിച്ച് എങ്ങനെയുള്ള ദിവസമാണോ അതനുസരിച്ച് ബാബ ഇന്നത്തെ ദിവസം നിമിത്ത മാസ്റ്റർ ടീച്ചറായ സഹോദരിമാരെയും സഹോദരന്മാരെയും ബാബ നോക്കുകയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ പുഞ്ചിരിക്കുകയും ചെയ്യുന്നു. എൻ്റെ കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിൽ എത്ര ഗുണഗ്രാഹിയായി വളരെയധികം പഠിച്ചു. ബാബ പറഞ്ഞു, ഏറ്റവും വലിയ സുപ്രീം ടീച്ചർ ബാബ തന്നെയാണ്. ആ ഒന്നിൻ്റെ ശിക്ഷണങ്ങൾ ദിവസവും കേൾക്കുന്നു. എല്ലാ സഹോദരന്മാരും മാസ്റ്റർ ടീച്ചറാണ്. പിന്നെ ബാബ ചെറിയ സഹോദരിമാരെ പ്രതി പറഞ്ഞു, ഇവർ ചെറിയവരാണ്, ജൂനിയർ ടീച്ചേഴ്സാണ്. എന്നിരുന്നാലും ടീച്ചേഴ്സാണ്, ടീച്ചേഴ്സ് ആകാൻ പോകുന്നവരാണ്. ബാബ എല്ലാവരുടെയും മേൽ വളരെ സ്നേഹത്തോടെ ദൃഷ്ടി പതിപ്പിക്കുന്നതായി തോന്നി. ബാബ പറഞ്ഞു, ഏതുപോലെ ലോകത്തിലും ഒരു കുട്ടിയുടെ ബാല്യത്തിലെ തന്നെ അതിൻ്റെ
ഭാവിയെ ഉജ്ജ്വലമായി കാണുന്നു. വളർന്ന ശേഷം എന്തു ചെയ്യും, എന്താകും എന്നാലും. ബാബ പറഞ്ഞു, ബാബയും തൻ്റെ പരിധിയില്ലാത്ത കുട്ടികളെ നോക്കുകയാണ്. ഭാവിയിൽ ടീച്ചേഴ്സ് ആകാൻ പോകുന്നവരാണ്. ഗുണസമ്പന്നവും കലകളിൽ സമ്പന്നവും അലംകൃതമായ മൂർത്തിയും ആകണം. ബാബ വളരെ സ്നേഹത്തോടെ കേൾപ്പിക്കുകയായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോഹിനി ബഹൻജിയുടെ ഭോഗായിരുന്നു. ബാബ ഒന്ന് കൈ തട്ടി മോഹിനി ബഹൻജിയെ എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടിയുടെ ജന്മം സംഗമത്തിലെ ജീവിതത്തിൽ തന്നെയാണ് ഉണ്ടായത്. ഏത് ജീവിതത്തിലാണോ, ഏത് വീട്ടിലാണോ ഉള്ളത്, അവിടെ വളരെ ലഹരിയോടെ ഇരിക്കുന്നു. ഞാൻ ബാബയോടും മോഹിനി ദീദിയോടും പറഞ്ഞു, ഇന്ന് താങ്കൾക്ക് വേണ്ടി നിമിത്തമായുള്ള ഭോഗാണ്. അപ്പോൾ വളരെ സ്നേഹത്തോടെ ഭോഗിൻ്റെ താലത്തിന് നേർക്ക് നോക്കുകയായിരുന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ ആഹാ ആഹാ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ വസ്തുവും എടുക്കുകയായിരുന്നു. ബാബ പറഞ്ഞു, കുട്ടി പൂർണ്ണമായും ലഹരിയിലാണല്ലോ. ബാബ ഇത്രയും പറഞ്ഞപ്പോൾ അല്പം ശാന്തമായി ഇരുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, കുട്ടി, ഇന്ന് ബാബ കുട്ടിയെ ഭോഗ് സ്വീകരിപ്പിക്കും. കാരണം കുട്ടിക്ക് വേണ്ടി താഴെ നിന്നും ഭോഗ് വന്നിരിക്കുകയാണ്. അതിനാൽ ആദ്യം ബാബ കഴിപ്പിക്കും, അതിനുശേഷം കുട്ടി കഴിച്ചുകൊള്ളും. കാരണം ബാബയ്ക്കറിയാം, കുട്ടിക്ക് വളരെയധികം കാര്യങ്ങൾ ഇഷ്ടമുണ്ടായിരുന്നു. അത് പ്രാക്ടിക്കലിൽ വളരെ സ്നേഹത്തോടെ നോക്കുമായിരുന്നു, കഴിക്കുമായിരുന്നു, കഴിപ്പിക്കുമായിരുന്നു, പഠിപ്പിക്കുമായിരുന്നു. ഈ കുട്ടിയുടെ ജീവിതത്തിൽ ഈ വളരെ വലിയൊരു കല ഉണ്ടായിരുന്നു. ബാബയുടെ മുന്നിൽ ഭോഗ് വെച്ചിട്ടുണ്ടായിരുന്നു. ബാബയ്ക്ക് നിമിത്തമായി പ്രത്യേകം ഭോഗുണ്ടായിരുന്നു. ബാബ ആ താലത്തിൽ നിന്നും ഭോഗ് സ്വീകരിക്കുകയും പിന്നെ മോഹിനി ബഹൻജിയെ ഭോഗ് സ്വീകരിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് ദീദി പറഞ്ഞു, നോക്കൂ, എന്നെ ഇപ്പോഴും എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. എന്നോട് ചോദിച്ചു, ഓർമ്മിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർമ്മിക്കുന്നുണ്ട്. അതിനാലാണല്ലോ താങ്കൾക്ക് നിമിത്തമായുള്ള ഭോഗ് കൊണ്ടുവന്നത്. പിന്നെ മുന്നി ബഹൻജിയും താങ്കൾക്ക് വിശേഷ ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. ശാന്തിവനിലെയും പാണ്ഡവ ഭവനിലെയും എല്ലാ സഹോദരന്മാരും ഓർമ്മകൾ നൽകിയിരിക്കുകയാണ്. പിന്നെ വിശേഷിച്ച് മറ്റന്നാൾ 7-ാം തീയതി ഗണേഷ് ചതുർത്ഥിയാണ്. ബാബ പറഞ്ഞു, ഈ കുട്ടി അഡ്വാൻസായി പോയി, അഡ്വാൻസിൽ ഇരിക്കുകയാണ്. അതിനാൽ ബാബ സ്നേഹത്തോടെ കുട്ടിയെ ഭോഗ് സ്വീകരിപ്പിക്കുകയാണ്. സ്വീകരിപ്പിച്ച ശേഷം ബാബ കുട്ടിയെ മെർജ് ചെയ്തു. പിന്നെ ബാബയ്ക്ക് പല സഹോദരന്മാരുടെയും സ്നേഹസ്മരണകൾ നൽകി. ബാബയും വളരെയധികം സ്നേഹത്തോടെ ഭോഗ് സമർപ്പിച്ച സഹോദരന്മാർക്കും പിന്നെ ആരുടെയെല്ലാം ഓർമ്മകളായിരുന്നുവോ അവർക്കും വളരെയധികം സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു.